ജീവിക്കുമ്പോ മനുഷ്യരുടെ മുമ്പിലേക്ക് വരുമ്പോൾ പുഞ്ചിരിക്കുകയാണുണ്ടായത്. എപ്പോഴും ശരിയാണ്. സമൂഹത്തിന് നന്മ കൊടുത്ത, മുഖത്ത് പ്രകാശം കൊടുത്ത. He was benevolent, lavishly generous, exceedingly truthful and kind-hearted. നബിയെക്കുറിച്ച് പറയുമായിരുന്നു, whoever met him for the first time was filled with awe and with closer contact we could attach to him. നബിയെ കാണുമ്പോൾ, ആ പ്രസന്നത കാണുമ്പോഴേക്കും നബിയോട് അടുക്കുമായിരുന്നു ആളുകൾ. അകന്നു നിന്നിരുന്ന ആളുകളൊക്കെ നബിയെ കാണുമ്പോൾ അടുത്തു വരുമായിരുന്നു. Whoever met him for the first time was filled with awe. നബിയെ ആദ്യമായി കാണുമ്പോൾ സ്നേഹവും ബഹുമാനവും മനസ്സിൽ നിറയുമായിരുന്നു. And with closer contact become attached to him. നബിയോടുള്ള അടുപ്പം കാരണം നബിയുടെ ഉറ്റ സുഹൃത്തായി മാറുകയായിരുന്നു പതിവ്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഹൽ കാന അസ്ഹാബു റസൂലില്ലാഹി യദ്ഹഖൂൻ? തിരുനബിയുടെ അനുയായികൾ ചിരിക്കാറുണ്ടായിരുന്നോ? അല്ലേ, വെറും ഗൗരവം, എപ്പോഴും ഗൗരവം, മുഴുസമയവും മുഖം പ്രസന്നമല്ലാതെ നടക്കുന്നത് ഇസ്ലാമിന്റെ സംസ്കാരമല്ലെന്നാണ്. എത്രയും വലിയ ജാഹിദീങ്ങളായ ആളുകൾ മുഖപ്രസന്നതയുള്ളവരായിരുന്നു എന്നാണ്. നബിയുടെ അനുയായികൾ, അവരുടെ അപ്പോസ്തലന്മാർ ചിരിച്ചിരുന്നുവോ? ചോദ്യം ആരോട്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്. നഅം വൽ ഈമാനു ഫീ ഖുലൂബിഹിം അഅ്ളമു മിനൽ ജബൽ. അവരുടെ മനസ്സിലുള്ള വിശ്വാസം പർവ്വതത്തെക്കാളും ഭാരമുള്ളതായിരിക്കെ തന്നെ നബിയുടെ അനുചരന്മാർ ചിരിക്കുമായിരുന്നു. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു നബിയുടെ അനുയായിയാണ്. അവരോട് ചോദിക്കപ്പെട്ടു, അകുൻത തുജാലിസു റസൂലല്ലാഹ്? നിങ്ങൾ തിരുനബിയുടെ കൂടെ പോയി ഇരിക്കാറുണ്ടായിരുന്നോ? അവർ പറയുന്നു, നഅം, നബിയോടുകൂടെ ഞങ്ങൾ ഇരിക്കും. പ്രഭാത നിസ്കാരത്തിന് വരും. പ്രഭാത നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ ഇങ്ങനെ കാത്തിരിക്കും. സൂര്യൻ ഉദിച്ചാൽ തിരുനബിയും അനുയായികളും വഴിയിലൂടെ പുറത്തിറങ്ങുമ്പോ ഞങ്ങളിൽ ചില ആളുകൾ ജാഹിലിയ്യ കാലത്തെ കഥകൾ ഇങ്ങനെ പറയും. കഴിഞ്ഞ കാലത്തെ കഥകൾ, ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പുള്ള കഥകൾ ഇങ്ങനെ പറയുമ്പോ, ഞങ്ങൾ ചിരിക്കുമായിരുന്നു, ഞങ്ങളോടൊപ്പം തിരുനബിയും ചിരിക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പഴയ കഥകൾ ഇങ്ങനെ പറയും. മുഴുസമയം ചിരിച്ചു നടക്കുക എന്നല്ല അതിനർത്ഥം. തിരുനബി ചിരിക്കാനും അനുയായികളോടൊപ്പം സമയം സന്തോഷത്തോടെ ചെലവഴിക്കാനും സമയം കണ്ടെത്തി എന്നാണ് ഇതിനർത്ഥം. വിശുദ്ധ ഖുർആന പറയുന്നത്, വഅന്നഹു ഹുവ അദ്ഹക വഅബ്ക. അല്ലാഹു ആണ് ചിരിപ്പിക്കുന്നത്, അല്ലാഹു ആണ് കരയിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ചിരിച്ചാൽ നിന്റെ കൂട്ടുകാരന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് ദാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വതബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ. നിന്റെ കൂട്ടുകാരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് നിനക്ക് ദാനമാണ്. പൈസ കൊടുക്കാതെ ചെയ്യാൻ പറ്റുന്ന സദഖയാണ്. പൈസ തരാൻ വേണ്ടി പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് വിഷമമുള്ളൂ. ചിരിച്ചൂടെ? കൂട്ടുകാരെ നോക്കി ചിരിച്ചാൽ കൂലിയുണ്ടെങ്കിൽ ഭർത്താവ് തന്റെ ഭാര്യയെ നോക്കി ചിരിച്ചാൽ അതിലേറെ കൂലിയുണ്ട്. ഭാര്യ തന്റെ ഭർത്താവിനെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ കൂലിയുണ്ട്. ഖൈറുൻ നിസാ, പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണുങ്ങൾ, മൻ ഇദാ നളർതഹാ സർറതുക, നീ നോക്കുമ്പോൾ നിന്നെ സന്തോഷിപ്പിക്കുന്നവളാണ്, മുഖം കറുപ്പിച്ച് നിൽക്കുന്നവളല്ല. നീ വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും നിന്റെ പിറകിൽ വാതിൽ അടച്ചിട്ടേ എന്നടച്ച് നീയൊന്ന് പുറത്തു പോട്ടെ എന്ന് കൊതിക്കുന്നവളല്ല. പുഞ്ചിരി തൂകി നിന്നെ കാത്തിരിക്കുന്ന ഭാര്യ, അവളാണ് പെണ്ണുങ്ങളിൽ ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് മുഹമ്മദ് മുസ്തഫ. കാന ഫീ ഖിദ്മത്തി അഹ്ലിഹി വകാന യുമാസിഹുനാ. നബി വീട്ടിലേക്ക് വന്നാൽ ഞങ്ങളിൽ ഒരാളെ പോലെ ഞങ്ങളോട് സന്തോഷം പറയും, ഞങ്ങളോട് ചിരി പറയും, ഞങ്ങളോട് നബി തങ്ങൾ ചിരിക്കുന്ന വർത്തമാനങ്ങൾ പറയുമായിരുന്നു. വഇദാ ഹളറത്തിസ് സ്വലാഹ് കഅല്ലം യഅരിഫ്നാ. പക്ഷേ എത്ര ചിരിയും സന്തോഷവും ഞങ്ങളുടെ കൂടെ കഴിച്ചുകൂട്ടിയാലും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവിന്റെ വിഷയം വലുതാണ്, അല്ലാഹുവിന്റെ വിഷയം വലുതാണ്. ഹയ്യ അലസ് സ്വലാഹ്, നിസ്കാരത്തിന് വരണേ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരണേ എന്ന് പള്ളിയിൽ നിന്ന് വിളി കേട്ടാൽ കഅല്ലം യഅരിഫ്നാ, നബിക്ക് ഞങ്ങളെ അറിയുക പോലുമില്ലാത്ത പോലെ, ഒരു പരിചയവുമില്ലാത്ത പോലെ നബി പള്ളിയിലേക്ക് പോകുമായിരുന്നുവെന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ വിളി വരുമ്പോൾ ഗൗരവത്തിലാണ്.
അല്ലാത്ത സമയങ്ങളിൽ വീട്ടിൽ ഞങ്ങളുടെ ഒരംഗം പോലെ ഞങ്ങളോട് കളിച്ചും ചിരി പറഞ്ഞും തമാശ പറഞ്ഞും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷത്ത് റളിയല്ലാഹു അൻഹ, നബിയുടെ സഹഭാര്യയായിരുന്ന ഉമ്മു സലമ ഒരൽപ്പം ഭക്ഷണം കൊണ്ടുകൊടുത്തപ്പോൾ റളിയല്ലാഹു അൻഹ ആ പാത്രം തട്ടിപ്പൊട്ടിച്ചു കളഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ദേഷ്യം കൊണ്ട്, ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോ എന്റെ നബിക്ക് ഞാൻ കൊടുത്താ പോരെ, എന്തിനാ മറ്റൊരാളുടെ ഭക്ഷണം? സഹഭാര്യമാരുണ്ടാകുമ്പോ തോന്നുന്ന ഗീറത്ത് എന്ന് പറയുന്ന സ്വഭാവം. എല്ലാവരും വിചാരിച്ചു നബി എന്തെങ്കിലും പറയുന്നു. പാത്രം പൊട്ടിയിരിക്കുകയാണ്, ഭക്ഷണം താഴെ വീണിരിക്കുകയാണ്. വളരെ ചെറുപ്രായക്കാരിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ദേഷ്യപ്പെട്ടപ്പോ മുത്തുനബി പറഞ്ഞ വാക്കെന്താണ്? ഗാറത്ത് ഉമ്മുക്കും, ഗാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം വന്നിരിക്കുന്നു, ഉമ്മാക്ക് ദേഷ്യം വന്നിരിക്കുന്നു, നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം വന്നതാണ്, പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞ് പൊട്ടിയ പാത്രങ്ങൾ എടുത്ത് ആ ഭക്ഷണം മറ്റൊരു പാത്രത്തിലേക്ക് കോരിവെക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. സന്തോഷമാണ് നബി തങ്ങൾ കൊടുക്കുന്നത്, സന്തോഷമാണ്. ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആബിസൽ വജ്ഹി, അവിടുന്ന് മുഖം ചുളിച്ചിരുന്നില്ല. മുഖം ചുളിച്ചത് ഒരേ ഒരു സമയത്ത് മാത്രമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ലാ അൻ ജാഅഹുൽ അമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അമുസ്ലിമീങ്ങളായ ആളുകൾ, അവിശ്വാസികളായ ആളുകൾ നബിയോട് ഒപ്പമിരിക്കാൻ ഒരു സമയം വേണമെന്ന് പറയുകയും ആ സമയത്ത് കണ്ണുപൊട്ടന്മാരോ അടിമകളായ ആളുകളോ പാവപ്പെട്ടവരോ ആ സദസ്സിലേക്ക് വരാൻ പാടില്ലെന്ന് നിബന്ധന വെക്കുകയും ചെയ്തിരിക്കെ, ഖുറൈശികളായ പ്രമാണിമാർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ പോകുമ്പോ കണ്ണു കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് വന്നപ്പോൾ തിരുനബി മുഖം ചുളിച്ചിട്ടുണ്ട്. അബസ വതവല്ലാ, അവര് മുഖം ചുളിച്ചു. നബിയെ നിങ്ങൾ എന്നുപോലും ഖുർആൻ പറഞ്ഞില്ല, അവര് മുഖം ചുളിച്ചുവല്ലോ. വതവല്ല, അവര് മുഖം തിരിച്ചു കളഞ്ഞല്ലോ. കാരണം എന്തേ? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്. മുസ്ലിം വന്നിരിക്കുന്നത് ഇസ്ലാം പരിപോഷിപ്പിക്കാനാണ്. എന്നാൽ ഇസ്ലാം ഒട്ടുമേ ലഭിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്ന ഈ നേരത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം കടന്നു വന്നാൽ ഇവിടെ ഇരിക്കുന്ന മറ്റാളുകൾക്ക് ഇസ്ലാമിന്റെ ബാലപാഠം പോലും നഷ്ടപ്പെട്ടു പോകുമല്ലോ, അവർക്ക് ഇസ്ലാമിലേക്ക് വരാനുള്ള സൗഭാഗ്യം നഷ്ടപ്പെടുമല്ലോ എന്ന് ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടാണ് ആ മുഖം ചുളിച്ചത്. അനുയായിയോടുള്ള ദേഷ്യം കൊണ്ടല്ല, സങ്കടം കൊണ്ട്. അബസ വതവല്ല, അതുപോലും അല്ലാഹു അബസ്ത, നിങ്ങൾ മുഖം ചുളിച്ചുവല്ലോ എന്ന് അല്ലാഹു പറഞ്ഞില്ല. അബസ, അവര് മുഖം ചുളിച്ചു. തേർഡ് പേഴ്സണാ. വതവല്ല, അവര് മുഖം തിരിച്ചു കളഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ ആബിസൽ വജ്ഹി, മുഖം ചുളിച്ചിട്ടില്ല. മദീനയുടെ തെരുവിലൂടെ നടക്കുമ്പോഴാണ് ഒരു അഅറാബി നബിയുടെ പിറകിൽ വന്ന് നബിയുടെ തോളിലെ വസ്ത്രം പിടിച്ചു വലിച്ചത്. ഫഅസ്റത് ഫീ ജംബിഹി, നബിയുടെ തോളിലത് മുറിവ് സംഭവിച്ചു, നബിക്ക് ചോര പിടിഞ്ഞു. നല്ല ഉറപ്പുള്ള ഒരു പരിക്കൻ വസ്ത്രം തൊലിപ്പുറത്തിങ്ങനെ വലിച്ചെടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും? അങ്ങനെ വലിച്ചിട്ട് നബി തിരുമേനി തിരിഞ്ഞു നോക്കിയത് പരിശുദ്ധ ഹദീസിലൂടെ നോക്കണം. ആരാണ് ഈ വലിച്ചതെന്നറിയില്ല, ആരാണ് ഈ വേദനിപ്പിച്ചതെന്നറിയില്ല. എന്നിട്ട് പോലും ഫൽസഫത മുബ്തസിമൻ, പുഞ്ചിരിച്ചുകൊണ്ട് ആ തിരുനബി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അറാബിയാണ് വന്നിരിക്കുന്നത്. ഒരു അറാബി കാട്ടറബിയാണ് വന്നത്, ബദുവിൻ. ആസിനി മിമ്മാലില്ലാ, മുഹമ്മദ് നബിയെ അല്ലാഹുവിന്റെ പൈസ തരിൻ. ആസിനി മിമ്മാലില്ല, അല്ലാഹു തന്ന പൈസ തരിൻ. ഫഇന്നക ലാ തുഅതീനി മിമ്മാലിക വലാ മിമ്മാലി അബീക, മുഹമ്മദ് നബിയെ എനിക്ക് നിങ്ങൾ തരുന്ന പൈസ നിങ്ങളുടേതോ നിങ്ങളുടെ പിതാവിന്റേതോ അല്ലല്ലോ, പൈസ തരുന്നെന്ന് നബിയോട് യാചിക്കാൻ വന്നതുപോലും നബിയോട് ക്രൂരത കാണിച്ചുകൊണ്ട്. നബിയുടെ മറുപടി എന്താണെന്നറിയോ? പൈസ ഞാൻ തരാം അറാബി, അൽമാലു മാലുല്ലാഹ്, സമ്പത്ത് അല്ലാഹുവിന്റേത് തന്നെ, എന്റേതല്ല, ഞാൻ തരാം, എമ്പാടും നിനക്ക് തരാം. വഇന്നഹു ലയുഖാദു മിൻക, നിങ്ങളോട് ഇതിന് പ്രതികാരം ചെയ്യപ്പെടും അറാബി, നിങ്ങളോട് പ്രതികാരം ചെയ്യപ്പെടും. എന്നെ വേദനിപ്പിച്ചതിന് ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ പോവുകയാണ്. ലാ, അത് പറ്റൂല. അതെന്തേ? فإنك لا تسيء إلى المسيء يا رسول الله,
നബിയെ, നിങ്ങളോട് ഉപദ്രവം ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ തിരിച്ച് ഉപദ്രവം ചെയ്യാത്ത ആളാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പകരം വീട്ടാൻ പാടില്ല. വകദാലിക അന, ഞാൻ പകരം വീട്ടുകയില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. ഇതാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുയായികൾ പോലും കുറച്ച് ഗൗരവം കാണിച്ചിരുന്നപ്പോ അത്യധികം ലാളിത്യവും വിനയവും കാണിച്ച് ചിരിയും സന്തോഷവും പകർന്നിരുന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. നബി തിരുമേനി അവിടുത്തെ വീട്ടിലിരിക്കുമ്പോ ഖുറൈശികളായ കുറച്ച് പെൺകുട്ടികൾ അവിടെ വന്നിട്ടുണ്ട്. നബിയോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, അവര് സംശയം ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ശബ്ദം നബിയുടെ ശബ്ദത്തേക്കാൾ ഉയർന്നിട്ടുണ്ട്. ആരാണ് ഇരിക്കുന്നതെന്നറിയുമോ? 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അള്ളാഹുവിന്റെ വഹയുമായി വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ലക്ഷ്യസ്ഥാനമാണ് ഹബീബ്. ജിബ്രീൽ അലൈഹിസ്സലാം ലാൻഡ് ചെയ്യുന്നത് ഹബീബിന്റെ ഖൽബിലേക്കാണ്. ആ ഹബീബിന്റെ മുമ്പിൽ ഒച്ച വെച്ച് പെൺകുട്ടികൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് വാപ്പയാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബി അവർക്ക് വാപ്പയാണ്. ഒരു വാപ്പയുടെ മുമ്പിൽ പെൺകുട്ടികൾക്ക് നിൽക്കാൻ പറ്റുന്ന പോലെ, ആൺകുട്ടികൾക്ക് നിൽക്കാൻ പറ്റുന്ന പോലെ ഹബീബിന്റെ മുമ്പിൽ അവർ നിൽക്കാറുണ്ട്. നബിയോട് ഒച്ച വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വരുന്നത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ വല്ലാത്ത ദേഷ്യമുള്ള ആളാണല്ലോ. ഉമർ തങ്ങൾ വല്ലാത്ത പരുക്കൻ സ്വഭാവമാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉമർ തങ്ങൾ അങ്ങ് വന്നപ്പോഴേക്കും ഈ പെണ്ണുങ്ങളൊക്കെ നബിയുടെ റൂമിൽ നിന്ന് വേറൊരു റൂമിൽ പോയി പുതപ്പ് മൂടിക്കിടന്ന് ഒളിച്ചിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു റൂമിലേക്ക് വരുമ്പോൾ പെണ്ണുങ്ങളൊന്നുമില്ല, നബി ഒറ്റക്കാണ്. ഉമർ തങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എന്തോ പന്തികേടുണ്ടെന്ന്. നബി തങ്ങൾ ചിരിക്കുകയാണ്. ഫളഹിക റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. അവിടെ അൽഹഖല്ലാഹു സിന്നക യാ റസൂലല്ലാഹ്, അല്ലാഹു നിങ്ങളെ ചിരിപ്പിക്കട്ടെ നബിയേ. മിമ്മ തദ്ഹഖു, എന്തിനാണ് ഈ ചിരി നബിയേ? അപ്പൊ നമ്മളെ പരിപാടിക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കണേ. ബാക്കി ആക്കോടുസ്ത പറഞ്ഞാൽ ഞങ്ങൾ തരുമെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യാ, കൊടുത്തേക്ക്. ഇൻഷാ അല്ലാഹ് ആക്കോടുസ്ത നിങ്ങളിരുന്ന് പിടിച്ചു വാങ്ങും അല്ലേ? നിങ്ങൾ കൊടുക്കുകയും ചെയ്യും. നന്നായി സഹായിക്കണേ. ഇത്രയും വലിയ പരിപാടിക്ക് ഉഷാറാക്കുമ്പോഴേ നല്ല ചെലവുണ്ടാവും. ഭാരാവരുതവർക്ക്. ഇൻഷാ അല്ലാഹ് അല്ലാഹു വിജയിപ്പിക്കട്ടെ. അൽഹഖല്ലാഹു സിന്നക യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങളെ അല്ലാഹു ചിരിപ്പിക്കട്ടെ. എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത് നബിയേ? പെണ്ണുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നബി തങ്ങളുടെ റൂമിലേക്ക് ഉമർ തങ്ങൾ സമ്മതം ചോദിച്ചു വന്നു. സമ്മതം കൊടുത്ത് ഉമർ തങ്ങൾ വരിക എന്ന് കണ്ടപ്പോ ഈ പെണ്ണുങ്ങൾ മുഴുവനും പോയി ഒളിച്ചിരുന്നു. അപ്പൊ നബി തങ്ങൾ ചിരിക്കുകയാണ്. അജിബ്തു മിൻ ഹൗലാഇ അല്ലാതി കുന്ന ഇൻദി, ഉമറേ ഞാൻ ഈ പെണ്ണുങ്ങളെ കുറിച്ച് ആലോചിച്ച് ചിരിക്കുകയാണ്. അവരെന്റെ അരികത്തിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോഴേക്കും ഇഹ്തജബിന, അവർ പോയി മറയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ഫഅൻത അഹഖു അൻ യഹബ്ന യാ റസൂലല്ലാഹ്, എന്നെ അല്ലല്ലോ നബിയെ അവർ പേടിക്കേണ്ടത്, അങ്ങയല്ലേ നബിയെ അവർ പേടിക്കേണ്ടത്. ഞാൻ വന്നപ്പോൾ ചിരിക്കുകയാണോ? അങ്ങയോടല്ലേ ഈ ബഹുമാനം കാണിക്കേണ്ടത്. തിരുനബി പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പെണ്ണുങ്ങളോട് പറഞ്ഞു, യാ അദുവാതി അൻഫുസിഹിന്ന, സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്ത പെണ്ണുങ്ങളെ, അതഹബിനനി വലാ തഹബിന റസൂലല്ലാഹ്, നിങ്ങൾക്ക് എന്നെയാണോ പേടി, അല്ലാഹുവിന്റെ റസൂലിനെ പേടിയില്ലേ എന്ന് ഉമർ ഫാറൂഖ് തങ്ങൾ ചോദിച്ചപ്പോൾ ആ പെണ്ണുങ്ങൾ കൊടുത്ത മറുപടി പരിശുദ്ധമായ ഹദീസിന്റെ കിതാബുകളിൽ ഇമാമന ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നഅം അൻത അഫളു വ അഗ്ലദു, നിങ്ങളെയാണ് ഞങ്ങൾക്ക് പേടി, നിങ്ങൾ പരുക്കൻ സ്വഭാവക്കാരനാണല്ലോ ഉമറേ. ഞങ്ങളുടെ റസൂൽ അങ്ങനെയല്ല, ഞങ്ങളുടെ റസൂൽ അങ്ങനെ പരുക്കൻ സ്വഭാവമുള്ള ആളല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നബിയെ പേടിക്കാറില്ല, നിങ്ങളെ ഞങ്ങൾക്ക് പേടിയാണെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ഈഹാ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മോനെ, അത് തന്നെയാണല്ലോ ശരി. വല്ലദീ നഫ്സി ബിയദി, ആരുടെ കയ്യിലാണോ എന്റെ നഫ്സുള്ളത്, അല്ലാഹുവിനെ തന്നെ സത്യം. മാ ലഖിയക ശൈത്വാനു സാലികൻ ഫജ്ജൻ,
ഉമറേ, നിങ്ങളൊരു വഴിയിലൂടെ നടന്നു വരികയാണെങ്കിൽ പിശാച് പോലും ആ വഴിയിലൂടെ തിരിച്ചു നടക്കില്ല ഉമറേ എന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പെണ്ണുങ്ങൾ ഒളിച്ചിരുന്ന് ഉമർ തങ്ങളെ കണ്ട് പേടിച്ചിരുന്ന് നിബിതങ്ങൾ പുഞ്ചിരിച്ച, നിബിതങ്ങൾ ചിരിച്ച ആ സമയത്ത് നിബിതങ്ങൾ പറഞ്ഞ വാക്കാണ് ഉമറേ, നിങ്ങളെ പിശാചിന് പോലും പേടിയാണല്ലോ. ഇത് റസൂലും ഫാറൂഖും റളിയല്ലാഹു തആല അൻഹു. നബിയുടെ മുമ്പിൽ മറ്റൊരു സംഭവം നടന്നു. തിരുനബി പുഞ്ചിരിച്ചത് അതൊരു ജൂത പണ്ഡിതൻ വന്ന സമയത്ത്, ജൂത പണ്ഡിതൻ വന്ന് തൗറാത്തിന്റെ ഏടുകൾ അങ്ങനെ എടുത്തു നോക്കിയിട്ട് അദ്ദേഹം നബിയോട് പറഞ്ഞു, മുഹമ്മദ് നബിയേ, യാ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നാ നജിദു, ഞങ്ങളുടെ കിതാബിൽ കാണുന്നുണ്ട് നബിയെ, അല്ലാഹു ആകാശത്ത് ഒരു വിരലിൽ പൊക്കി നിർത്തുമെന്ന്, ഭൂമിയെ മറ്റൊരു വിരലിലും, പർവ്വതങ്ങൾ മറ്റൊരു വിരലിലും, ചെടികളും നദികളും എല്ലാം മറ്റൊരു വിരലിലും, എല്ലാ ജീവജാലങ്ങൾ മുഴുവനും മറ്റൊരു വിരലിലും, അങ്ങനെ 5 വിരലുകളിൽ പ്രപഞ്ചത്തെ മുഴുവനും അള്ളാഹു താങ്ങി നിർത്തുമെന്ന് ഞങ്ങളുടെ കിതാബിലുണ്ട്. ഫയഖൂലു, അള്ളാഹു പറയുന്നു, അനൽ മലികു, ഞാനാണ് രാജാവ്. ഇത് പറഞ്ഞപ്പോ ഫളഹിക റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ ചിരിച്ചു. എന്തെന്നറിയും?